ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേസ് പൊതുവേ എനിക്ക് ഭയങ്കര മടിയുള്ള ദിവസങ്ങളാണ്. പക്ഷെ എത്ര മടി പിടിച്ച ദിവസമാണെങ്കിലും ഈവനിങ് ആയാൽ പുറത്ത് പോകണം എന്നുള്ളത് എൻ്റെ ചേട്ടന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ പ്ലാനൊന്നും ചെയ്യാറില്ല. എവിടെ പോവുകയാണെങ്കിലും ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. പക്ഷേ എനിക്ക് കുറച്ച് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റ് ആയ കാരണം ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഒറ്റ മൈൻഡിലാണ് കൊണ്ടുപോവുക എവിടെ പോവുകയാണെങ്കിലും. അങ്ങനെ ഞങ്ങൾ സഹാറ സെൻറ്ററിൽ നിന്ന് ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്ഥലം തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് സൂക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗോൾഡ് സൂക്ക് ഇതുവരെ ഞാൻ പോയിട്ടില്ല, എൻ്റെ ചേട്ടനും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ കുറച്ചധികം നാൾ യു എയിൽ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷേ എന്നിട്ട് കൂടി അവിടെ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് F23 ബസ് കയറി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറണം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ബസ് കയറിയേക്കുന്നത്. പിന്നെ മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ ഇരുന്നത്. അപ്പോൾ ഫ്രണ്ട് റോയോ ആയിരുന്നു, ഫ്രണ്ട് സീറ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കുഞ്ഞൂസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ബസ് യാത്ര. അവൻ്റെ ഒരു കുഞ്ഞു കാറ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് കാണാം. അവൻ നല്ല കാഴ്ചയൊക്കെ കണ്ട് നല്ല രസിച്ചാണ് ബസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കൊക്കെയാണ് ചെയ്യാറുള്ളത്, നമ്മുടെ തോളത്ത് കിടക്കൊക്കെയാണ് ചെയ്യാറുള്ളത് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇത് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് ഈ റൂട്ട് ഭയങ്കര മടുപ്പിക്കുന്നതാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഡെയിലി ജോലിക്ക് പോകുമ്പോൾ ട്രാഫിക് കാരണം 15 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ 1.5 മണിക്കൂർ വരെ എടുത്തിട്ടുള്ള ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നിന്ന് മടുത്ത് തീരുമാനമായിട്ടുള്ള ഒരു ബസ് റൂട്ടാണിത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളിത് ആ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ മെട്രോ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൺഡേസിലാണെങ്കിലും മെട്രോയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വർക്കിംഗ് ഡേയ്സിൻ്റെ അത്ര ഉണ്ടാവില്ല എന്ന് മാത്രം. വർക്കിംഗ് ഡേയ്സിൽ പിന്നെ പറയണ്ടല്ലോ, മെട്രോയിൽ നമുക്ക് കാലെടുത്ത് കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. 3-4 മെട്രോ ഒക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഒന്ന് കയറി പറ്റാനായിട്ട്. അത്ര തിരക്കായിരിക്കും വർക്കിംഗ് ഡേയ്സിൽ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിരക്ക് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം സൺഡേസിൽ. അങ്ങനെ ഞങ്ങൾ മെട്രോ ഇറങ്ങി. അപ്പോൾ അവിടെ ജ്യൂസ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസ് കിട്ടും. അത് ലൈവായിട്ട് അത് ഉണ്ടാക്കണതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുഞ്ഞൂസിൻ്റെ ഫേവറേറ്റ് ആണത്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ വാങ്ങാറുണ്ട്. ലൈവായിട്ട് നമുക്കതിങ്ങനെ ഉണ്ടാക്കി വരണത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ജ്യൂസ് ഫുള്ളൊന്നും അവൻ കഴിക്കില്ല കേട്ടോ, നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസാണ്. ഏതെങ്കുട്ടിന് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇത് വാങ്ങലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പണിപാളിയതാണ് കേട്ടോ. അതായത് നമ്മൾ അബ്ര റൈഡ് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിലല്ല ഇറങ്ങേണ്ടത്, അൽ ഗുബൈബ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അധികം നടക്കേണ്ടി വരില്ല. പക്ഷേ ഇത് നമുക്ക് അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഗോൾഡ് സൂക്കിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുറച്ചധികം നമുക്ക് നടക്കാനുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളിവിടെ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ മൊത്തത്തിലുള്ള ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി പോർഷ് ഏരിയ കേട്ടോ. അതുപോലെ അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ്, നല്ലൊരു യൂറോപ്യൻ കൺട്രി സെറ്റപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഏരിയ കാണാനായിട്ട്. അപ്പം ഞാനവിടെ ആദ്യമായിട്ടായ കാരണം ഞാനിങ്ങനെ ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു ബിൽഡിങ്സും ആ വഴികളും കാര്യങ്ങളൊക്കെ. ഈവനിങ് ടൈം ഗോൾഡൻ അവറിൽ UAE കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അതുപോലെ തന്നെ ഈ ഒരു പ്ലേസും ആ ഒരു ഗോൾഡൻ അവറും കൂടിയൊക്കെ ആയപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് എവിടെ പോകണം എങ്ങോട്ട് പോകണം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് അങ്ങ് ചോദിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ജ്വല്ലറി ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് വലിയ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളതും ഒരുപാട് ജ്വല്ലറി ഷോപ്പുകളും. അപ്പോൾ അത് എവിടെയാണെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത അപ്പുറത്തെ സൈഡിലേക്ക് എത്തി.
ഓപ്പോസിറ്റ് സൈഡ് കടന്നപ്പോൾ അവിടെ പതുക്കെ ജ്വല്ലറി ഷോപ്പുകളൊക്കെ കാണാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സ്വന്തം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജോയ് ആലുക്കാസ്, അങ്ങനെ നമ്മുടെ മലയാളീസിൻ്റെ സ്വന്തം ജ്വല്ലറി ഷോപ്സിൻ്റെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഒരുപാട് മലയാളീസിൻ്റെ ജ്വല്ലറി ഷോപ്പുകൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഗോൾഡ് സൂക്ക് പോലെയുള്ള ഇത്രയും പോപ്പുലറായിട്ട്, അതായത് പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് ദുബായിലെ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത്. അവിടെ ഇത്ര അധികം മലയാളീസിൻ്റെ ജ്വല്ലറി ഷോപ്പുകൾ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര പ്രൗഡ് ഫീലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കാഴ്ചകൾ ഇതാ ഇവിടെ ആരംഭിച്ചിട്ടുള്ളൂ. ഒരുപാട് ജ്വല്ലറി ഷോപ്പുകൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ കാണാൻ പറ്റും. പൊതുവേ ഗോൾഡ് ധരിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ഗോൾഡ് എന്നല്ല, ഒരുവിധം ഓർണമെൻറ്റ്സ് ഒക്കെ വളരെ കുറവ് ധരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന ഡിസൈൻസ് ഉണ്ട് എന്നൊക്കെ പറയാനുള്ള ഒരു കഴിവ് ഇല്ല. അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കാരണം ഓരോ ജ്വല്ലറിക്കും ഓരോ യുണീക്ക് ഡിസൈൻസ് ഉണ്ട്, പല ടൈപ്പ് മോഡലിലുള്ള ജ്വല്ലറീസ് ഉണ്ട്. അതിനെപ്പറ്റി അറിയുന്നവർ ഒരുപാട് ടൈം വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യും. കാരണം അത്ര ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ട്. ഒരു ബോധം അതിനെപ്പറ്റി ഇല്ലാത്ത ഞാൻ ഇത്ര രീതിയിൽ അത് നോക്കി നിൽക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ളവരും അല്ലെങ്കിൽ ഇതിനോടൊരു ക്രേസ് ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഓരോ ജ്വല്ലറിയുടെ ആ ഒരു ഡിസ്പ്ലേയിൽ അവിടെ തന്നെ നമുക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവും. നമ്മൾ പല സാധനങ്ങളുടെ ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗോൾഡിന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു സ്ട്രീറ്റ്, അങ്ങനെ ഒരു മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ റെയറായിട്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ ജ്വല്ലറി ഷോപ്സിൻ്റെയും ഒരുപാട് ജ്വല്ലറി മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ നാടായതുകൊണ്ട് പറയല്ല, തൃശ്ശൂർ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഏരിയാസ് ജ്വല്ലറീസ് മാത്രമൊക്കെ ഉള്ളത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേൾഡ് വൈഡ് അട്രാക്ഷനാണ്. ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഒരു സംഭവം അല്ല ഇത്. ഒരുപാട് ജ്വല്ലറീസ്, ഒരുപാട് ടൈപ്പ് ഓഫ് ജ്വല്ലറീസ്, ഏത് ഡിസൈൻ വേണമെങ്കിൽ ഏത് ടൈപ്പ് ജ്വല്ലറി വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ അവൈലബിൾ ആണ്. ഗോൾഡിൻ്റെ ഒരു വലിയ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വെറൈറ്റി ഡിസൈൻസിലുള്ള ഹെവി ഓർണമെൻറ്റ്സിൻ്റെ വൻ കളക്ഷൻസ് ആണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ധരിക്കുന്നവരുണ്ടോ, ഇത്ര ഹെവി ആയിട്ട് ധരിക്കുന്നവരുണ്ടോ. ചിലവർക്ക് ഇഷ്ടമുള്ളവരുണ്ട്, തീർച്ചയായിട്ടും ഹെവി ഓർണമെൻറ്റ്സ് ധരിക്കുന്നവരുണ്ടാവും, ലൈറ്റ് വെയിറ്റ് ധരിക്കുന്നവരുണ്ടാവും. അതൊക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വെയർ ചെയ്യുന്ന ഒരു ഓർണമെൻറ്റ് എന്നതിനേക്കാൾ ഉപരി ഗോൾഡിനെ എല്ലാവരും ഒരു അസറ്റായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അസറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഗോൾഡ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ ഒരു കമ്മോഡിറ്റിയാണ്, ഒരു വൈഡ്ലി ട്രേഡഡ് പ്രഷ്യസ് മെറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിലും. ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ചെറിയ രീതിയിൽ മാത്രമാണ് ഒരു ഫ്ലക്ച്വേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരു കുറവ് വരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇരട്ടിയായിട്ട് അതിൻ്റെ പ്രൈസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡിമാൻഡ് ഓൾസോ അതിൽ കുറവ് വരുന്നില്ല, ഡിമാൻഡ് ഓൾസോ ഇൻക്രീസിങ് ആണ്. ഗോൾഡ് മാത്രമല്ല, സിൽവർ ഓർണമെൻറ്റ്സിൻ്റെ ഡയമണ്ടിൻ്റെയൊക്കെ കളക്ഷൻസും ഫാൻസി ടൈപ്പ് ഓഫ് മാലകളും അങ്ങനത്തെ കളക്ഷൻസ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഷോപ്സ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു.
ഇവിടെ വലിയൊരു റിങ് കാണാം. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കാണാം ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. വേൾഡിലെ തന്നെ ഹെവിയസ്റ്റ് ഗോൾഡ് റിങ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ജീവിതത്തിൽ. അതുപോലെ നമ്മൾ ക്ലോത്തുകൾ വെയർ ചെയ്ത് നിൽക്കുന്ന പാവകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. ഇത് ഗോൾഡിൻ്റെ ഡ്രസ്സ് വെയർ ചെയ്ത് നിൽക്കുന്ന ഡിസ്പ്ലേ. ഇതൊക്കെ ഗോൾഡ് സൂക്കിൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഗോൾഡിൻ്റെ മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെയും ഗ്രാൻഡ് സൂക്ക്, അതുപോലെ തന്നെ ഹെർബ് സൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്ത് സ്റ്റോറുകളെല്ലാം പർട്ടിക്കുലർ സ്ട്രീറ്റുകളുണ്ട്, പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റി മ്യൂസിയം ആണിത്. അത് പഴയ മ്യൂസിയം ആണ് കേട്ടോ, പുതിയതല്ല. പക്ഷെ അത് ഓപ്പൺ ആയിരുന്നില്ല. മേ ബി ടൈം ഇതായ കാരണമായിരിക്കും, ലേറ്റായ കാരണമായിരിക്കും. അപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് മെയിനായിട്ട് അബ്ര റൈഡ് പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അബ്ര റൈഡിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. 1-2 ദിർഹം ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് ഭയങ്കര വേർത്താണ്, നല്ല വ്യൂ ആണ്. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ട് ഒരു 10 to 15 മിനിറ്റ്സ് അങ്ങോട്ടാന്ന് തോന്നുന്നു. അത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞൂസ് കുറച്ച് അലമ്പായിരുന്നു, അവൻ ഇങ്ങനെ വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. എനിക്ക് കൗണ്ട് ഓർമ്മയില്ല, കുറച്ച് ആൾക്കാരെയാണ് അവർ കയറ്റാം. അതിനുശേഷം കയറിയതിന് ശേഷം തന്നെയാണ് പൈസ കളക്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല കാറ്റും നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു റൈഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അബ്ര റൈഡ് മിസ് ചെയ്യരുത്. കാരണം ഈ ഒരു ചെറിയ എമൗണ്ടിന് ഭയങ്കര വേർത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ടാക്സി വിളിച്ച് നമ്മൾ പോവായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.